കോഴിക്കോട് ബോംബെ റെസ്റ്റോറന്റ് 75 വർഷം പൂർത്തീകരിക്കുകയാണ്. എല്ലാ ഭാഗങ്ങളും നേരുന്നു. വാസ്കോ ഡ ഗാമയാണ് കോഴിക്കോടിന്റെ പേര് ആദ്യമായിട്ട് ലോകത്തിന് മുമ്പിൽ കൊണ്ടുവച്ചത്. പിന്നീട് കോഴിക്കോടുകാർക്ക് പറയാനായിട്ട് കൂടുതൽ ഇടങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ എന്റെ വാപ്പച്ചിയുടെ കൂടെ കോഴിക്കോട് വലിയങ്ങാടിയിൽ ആദ്യമായിട്ട് കൊപ്ര വിൽക്കാമെന്ന സമയത്ത് ബോംബെ ഹോട്ടലിൽ നിന്നും കഴിച്ച ബിരിയാണിയുടെ സ്വാദ് ഇന്നും മറന്നിട്ടില്ല. അതിനു മുമ്പ് കോഴിക്കോടിന്റെ പ്രാന്തപ്രദേശത്ത് നിന്ന് ഒരുപാട് കർഷകരും കച്ചവടക്കാരുമൊക്കെ കാളവണ്ടിയിൽ കോഴിക്കോട് വന്ന് ഈ പാണ്ഡ്യശാലയിൽ കൊപ്ര വിറ്റ് അതിനുശേഷം ബോംബെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു ഭക്ഷണം കഴിച്ചാലേ അവരുടെ ഒരു ദിനം പൂർത്തിയാവുള്ളൂ എന്ന്. സാഗർ റെസ്റ്റോറൻറ്റും പാരഗൺ റെസ്റ്റോറൻറ്റും ബോംബെ റെസ്റ്റോറൻറ്റും ഒക്കെ കോഴിക്കോടുകാരുടെ സ്വാദിന്റെ ഇടങ്ങളായിരുന്നു. ഗൃഹാതുരമായ ഓർമ്മകളുടെ സ്വാദിന്റെ ഇടങ്ങൾ. മിഠായി തെരുവിലെ കോറിഡോറുകളും ശങ്കരൻ ബേക്കറിയും ഒക്കെ സ്നേഹത്തിന്റെയും മധുരത്തിന്റെയും ഓർമ്മകളുടെയും വീർപ്പുമുട്ടലുകളാണ് കോഴിക്കോടുകാർക്ക് സമ്മാനിക്കുന്നത്. ഇതൊന്നുമല്ലാതെ മറ്റൊരിടമുണ്ട്. മാനാഞ്ചിറ മൈതാനത്തിനോടും ചിറയോടും ചേർന്നൊരു പാർക്കുണ്ടായിരുന്നു. ആ പാർക്കിനുള്ളിൽ ഒരു പാർക്ക് റെസ്റ്റോറന്റ് പറഞ്ഞിട്ട് ഒരു കട ഉണ്ടായിരുന്നു. ഫലുദയും ഫ്രൂട്ട് സലാഡും. അതിവിശിഷ്ടമായ ഈ രണ്ട് വിഭവങ്ങളും പിന്നീട് ഒരിക്കലും അതുപോലൊരു ഫാലൂഡ കഴിച്ചിട്ടില്ല. ഇത്തരം കോഴിക്കോടിന്റെ കുഞ്ഞു കുഞ്ഞു ഓർമ്മകളാണ് ഇന്ന് ബോംബെ ഹോട്ടൽ 75 വാർഷികം ആഘോഷിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. പ്രത്യേകിച്ച് ഒരു പ്രവാസി എന്ന നിലയിൽ എന്നും കോഴിക്കോട് ഒരു വികാരമാണ്. സ്വാദിന്റെ വികാരം, മധുരത്തിന്റെ വികാരം, സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും വികാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം സഹീർ സ്റ്റോറീസ്. താങ്ക് യു.